നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്മൈൽ ഭവന പദ്ധതി അതേറെ ശ്രദ്ധ നേടിയത് ഒരു വിവാദത്തിന് പിന്നാലെയാണ്. അതായത് ആ ചടങ്ങിൽ, തറക്കല്ലിടൽ ചടങ്ങിൽ നടി തൻവീർ റാം പങ്കെടുത്തത് ചിലരെങ്കിലും അസ്വസ്ഥതപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് സ്മൈൽ ഭവന പദ്ധതി അത് കുറച്ച് ശ്രദ്ധേയമാകുന്നത്. എന്നാൽ ഇപ്പോൾ ഇതാ വീണ്ടും ആ പദ്ധതിയുമായി ബന്ധപ്പെട്ടൊരു വാർത്ത വരുന്നുണ്ട്. നോക്കാം. പാലക്കാട് MLA എന്ന നിലയിൽ നടപ്പാക്കുന്ന സ്മൈൽ ഭവന പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യൻ മണിയുമായി ചേർന്ന് നിർമ്മിക്കുന്ന 9ാമത് വീടിന്റെ തറക്കല്ലിടൽ പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനും നടനുമായ അഭിലാഷ് പിള്ളയും ഇന്ത്യൻ മണി ചെയർമാൻ ശ്രീ മോഹനൻ ഗോപാലകൃഷ്ണനും ചേർന്ന് നടത്തിയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. പിരായിരി പഞ്ചായത്തിലെ ശ്രീ ഉമ്മറിനാണ് സ്വപ്ന ഭവനം ഒരുക്കുന്നതെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്മൈൽ ഭവന പദ്ധതി ഏറെ ശ്രദ്ധ നേടുകയാണ്. പ്രത്യേകിച്ച് നടി തൻവീർ റാം പങ്കെടുത്ത് അത് വിവാദമായതിന് പിന്നാലെയാണ് ഈ ഒരു പദ്ധതിയെ കുറിച്ചുള്ള ഒരു വാർത്താ പ്രാധാന്യമൊക്കെ ഉണ്ടാകുന്നത്. പാലക്കാട് നിയോജക മണ്ഡലത്തിലെ അർഹരായ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന MLA പദ്ധതിയാണിത്. സ്വന്തമായി വീടില്ലാത്തവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന പദ്ധതി. എന്തുകൊണ്ട് ഇത്തരത്തിലൊരു പദ്ധതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എത്തി എന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്. പാലക്കാട് മണ്ഡലത്തിലെ ഒട്ടേറെ കുടുംബങ്ങളുടെ ഒരു ആഗ്രഹമാണ് സ്മൈൽ ഭവൻ, സ്വന്തമായ ഒരു വീട്. ആ ഒരു സ്വപ്നം നടപ്പിലാക്കാൻ വേണ്ടി സ്മൈൽ ഭവനം പദ്ധതിയിലൂടെ അത് യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. വോട്ട് ചോദിക്കാൻ പോയപ്പോൾ ടാർപോളിൻ ഷീറ്റ് മറിച്ച വീടുകളിൽ കിടക്കുന്ന മനുഷ്യരെ താൻ കണ്ടു. അതുകൊണ്ടാണ് ഈ പദ്ധതിയിലേക്ക് താൻ നയിക്കപ്പെട്ടത്. ഈ പദ്ധതിക്ക് പ്രചോദനമായതും അത്തരത്തിലുള്ള കാഴ്ചയായിരുന്നു. തിരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ വാഗ്ദാനം പാലിക്കുന്നതിന്റെ സന്തോഷവും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നേരത്തെ പങ്കുവച്ചിരുന്നു. അതായത് വോട്ട് ചോദിക്കാൻ ചെന്നപ്പോൾ താൻ കണ്ട ജനങ്ങളുടെ ദുരിതാവസ്ഥ. പക്ഷെ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരത്തിലേറിയപ്പോൾ ആ ഒരു വാഗ്ദാനമൊക്കെ നിറവേറ്റാനുള്ള ശ്രമത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്മൈൽ ഭവനത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങിൽ മുഖ്യാതിഥിയായി നടി തൻവീർ റാം പങ്കെടുത്തതാണ് ചിലരെ അസ്വസ്ഥപ്പെടുത്തിയത്. ഇവിടെ പല പരിപാടികൾക്കും താൻ വന്നിട്ടുണ്ടെന്നും ഇന്നും അങ്ങനെ ഒരു പരിപാടിക്ക് വന്നതാണെന്നും നടി പ്രതികരിച്ചു. രാഹുൽ കുറച്ചുകാലം മുന്നേ തന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്ന കാര്യം. പറ്റുമെങ്കിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ എന്നെ ഇവിടേക്ക് വിളിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ഇതുപോലൊരു സംരംഭവുമായി മുന്നോട്ട് വന്ന രാഹുലിന് ഞാൻ നന്ദി പറയുന്നുവെന്നും തൻവീർ റാം പറഞ്ഞു. സ്വന്തമായി വീടില്ലാത്തവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന പദ്ധതിയുടെ ഭാഗമായി പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ താൻ അതീവ സന്തുഷ്ടയാണെന്നും തൻവീർ റാം വ്യക്തമാക്കി. പാലക്കാട് പല പരിപാടികൾക്ക് താൻ വന്നിട്ടുണ്ട്. ഇന്നും അത്തരത്തിലൊരു പരിപാടിക്കാണ് വന്നത്. സ്മൈൽ ഭവന പദ്ധതിയുടെ ആദ്യത്തെ വീഡിയോ ഉദ്ഘാടനം ചെയ്യാൻ വന്നത് നടൻ ആസിഫ് അലിയായിരുന്നു. അതിനുശേഷം നടൻ സൈജു കുറുപ്പ് മുഖ്യാതിഥിയായി. പിന്നീട് തൻവീർ റാം ചടങ്ങിൽ പങ്കെടുത്തു. ഇതെല്ലാം ഏറെ സന്തോഷമുണ്ടാക്കുന്നുവെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തലിന്റെ പ്രതികരണം. MLA ആയാൽ എന്തു ചെയ്യുമെന്നായിരുന്നു തിരഞ്ഞെടുപ്പ് സമയത്ത് ആളുകൾ ചോദിച്ചത്. വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുമെന്നാണ് താൻ അന്ന് പറഞ്ഞതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തിരിക്കുകയാണ്. ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ കൂടി ഉയരുകയാണ്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ പങ്കുവച്ചൊരു ഫേസ്ബുക്ക് കുറിപ്പും അതുമായി ബന്ധപ്പെട്ടുള്ള ചില വിമർശനങ്ങളും ഒക്കെ ശക്തമാവുകയാണ്. ആ ഒരു വാർത്ത കൂടി നമുക്ക് നോക്കാം. സംസ്ഥാന ശാസ്ത്രോത്സവത്തിന്റെ ഉദ്ഘാടന വേദിയിലാണ് മന്ത്രിമാർക്കൊപ്പം രാഹുലും വേദിയിലെത്തിയത്. മന്ത്രി എം പി രാജേഷ്, മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവരാണ് അവിടെ ഉണ്ടായിരുന്നത്. MP രാജേഷ് അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിനിടെയായിരുന്നു MLA എത്തിയത്. MLA എത്തിയതിനെ തുടർന്ന് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവ ഉദ്ഘാടന വേദി ബഹിഷ്കരിച്ച് BJP കൗൺസിലർ ഇറങ്ങിപ്പോയി. പാലക്കാട് നഗരസഭാ കൗൺസിലറായ മിനി കൃഷ്ണകുമാറാണ് ചടങ്ങിൽ നിന്നും ഇറങ്ങിപ്പോയത്. പാലക്കാട് ഗവൺമെന്റ് മോയിൻ സ്കൂളിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. സംഘാടക സമിതി ചെയർമാനായ മന്ത്രി MP രാജേഷ് ഉൾപ്പെടെയുള്ളവർ വേദിയിലുണ്ടായിരുന്നു. രാഹുലിനെ സ്വാഗത സംഘ രൂപവൽക്കരണ യോഗത്തിൽ നിന്നും വിവാദങ്ങൾക്ക് പിന്നാലെ ഒഴിവാക്കിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതികൾ ഉയർന്നതിന് പിന്നാലെ ഇടത് സംഘടനകൾ അദ്ദേഹത്തെ പരിപാടികളിൽ പങ്കെടുപ്പിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. രാഹുലിനെ പൊതുപരിപാടികളിൽ പങ്കെടുപ്പിക്കില്ല എന്ന BJP DYFI വെല്ലുവിളികൾ ശക്തമായി തന്നെ നിൽക്കവെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കൊപ്പം അവരുടെ തന്നെ നേതാക്കന്മാർ ഓരോരോ വേദി പങ്കിടുന്നത്. പ്രത്യേകിച്ച് BJP ക്ഷീണിപ്പിച്ച ഒരു സംഭവം ഇടയ്ക്കുണ്ടായി. BJP നഗരസഭാ കൗൺസിലർ പ്രമീള ശശിധരൻ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഒരു പരിപാടിയിൽ പങ്കെടുത്തത് വലിയ രീതിയിലുള്ള വിമർശനം, പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, വിവാദങ്ങളിലേക്ക് കടന്നിരുന്നു. പാർട്ടിക്കുള്ളിൽ തന്നെ അമർഷങ്ങൾ ശക്തമായിരുന്നു. എന്തായാലും പൊതുപരിപാടികളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സജീവമാവുകയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഗൂഡല്ലൂർ റൂട്ടിൽ പാലക്കാട് KSRTC ഡിപ്പോയിൽ നിന്ന് ആദ്യമായി തുടങ്ങിയ ബസ്
ബസ് സർവീസിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചിരുന്നു. മണ്ണാർക്കാട്, വഴിക്കടവ്, നിലമ്പൂർ വഴിയായിരുന്നു ബസ് സർവീസ്. ദിവസവും രാവിലെ 7:45 പാലക്കാട് ഡിപ്പോയിൽ നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് 12:20 ഗൂഡല്ലൂരിൽ ബസ് എത്തും. തിരികെ ഉച്ചയ്ക്ക് 1:30 പുറപ്പെട്ട് വൈകിട്ട് 6:05 പാലക്കാട് ഡിപ്പോയിലും ബസ് എത്തും. പാലക്കാട്ട് നിന്ന് ഗൂഡല്ലൂരിലേക്ക് ബസ് സർവീസ് വേണമെന്ന യാത്രക്കാരുടെ തുടർച്ചയായ ആവശ്യത്തെ തുടർന്നായിരുന്നു ഗതാഗത മന്ത്രി നേരിൽ കണ്ട് ആവശ്യപ്പെടുന്ന അടിസ്ഥാനത്തിൽ അനുമതി നൽകിയതെന്ന് രാഹുൽ മങ്കൂട്ടത്തിൽ MLA പറഞ്ഞു. വരും ദിവസങ്ങളിൽ കൂടുതൽ പുതിയ സംസ്ഥാനാന്തര സർവീസുകൾ ആരംഭിക്കുമെന്നും MLA വ്യക്തമാക്കി. ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ ജോഷി ജോൺ, യൂണിയൻ ഭാരവാഹികളായ സന്തോഷ് കുമാർ, രവി കണ്ണാടി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. മാത്രമല്ല, വിവാദങ്ങൾ ഉയർന്നതിന് ശേഷം രാഹുൽ മങ്കൂട്ടത്തിൽ MLA പങ്കെടുത്ത ആദ്യ പൊതുപരിപാടിയും KSRTC ബസ് ഫ്ളാഗ് ഓഫ് കർമ്മമായിരുന്നു. പാലക്കാട് ബംഗളൂരു ബസ് പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിലാണ് അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തത്. ഇങ്ങനെ ഒരു പരിപാടിയെ കുറിച്ച് പെട്ടെന്ന് വന്നായിരുന്നു അദ്ദേഹം ഉദ്ഘാടനം നടത്തിയത്. അതായത് പ്രത്യേകിച്ച് ഈ BJPയുടെയും അതുപോലെ തന്നെ DYFIയുടെയും ഒക്കെ ഒരു വെല്ലുവിളിയൊക്കെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ, പൊതുപരിപാടികൾ പങ്കെടുപ്പിക്കില്ല എന്നതടക്കമുള്ള വെല്ലുവിളികളൊക്കെ ഉണ്ടായിരുന്ന സാഹചര്യത്തിലായിരുന്നു പെട്ടെന്നെത്തി ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ച് അദ്ദേഹം മടങ്ങിയത്. MLAയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചിത്രം പുറത്തു വന്നപ്പോഴാണ് എല്ലാവരും ഈ പരിപാടിയെക്കുറിച്ച് അറിഞ്ഞത്. പൊതുപരിപാടിക്ക് എത്തിയാൽ MLA തടയുമെന്ന് വിവിധ സംഘടനകൾ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പെട്ടെന്ന് വന്ന് ഫ്ളാഗ് ഓഫ് ചെയ്ത് മടങ്ങിയത്. അതിനുശേഷം പൊതുപരിപാടികളിലൊക്കെ അദ്ദേഹം അറിയിക്കാതെ വന്നിരുന്നു. പിന്നീട് ഒരു ഘട്ടം എത്തിയപ്പോൾ അറിയിച്ചുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ, ഇന്ന ദിവസം ഇന്ന പരിപാടി നടക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും പ്രതിഷേധക്കാർ അവിടേക്ക് വരണം എന്ന വെല്ലുവിളി മുഴക്കിക്കൊണ്ട് തന്നെ പരിപാടികൾ പങ്കെടുക്കുന്ന MLA ആണ് നമ്മൾ കണ്ടത്. എന്തായാലും പൊതുപരിപാടികളിലും പൊതു വിഷയങ്ങളുമൊക്കെ രാഹുൽ കൂട്ടത്തിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.